അടിപൊളി ചിക്കൻ ഓംപ്ലേറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്ക്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കണത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളോട് എടുത്ത് കാണിക്കാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓംപ്ലേറ്റ് ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കണ മാതിരി സാധനം ഓംപ്ലേറ്റ് ഒന്നുമല്ല, അടിപൊളി ഓംപ്ലേറ്റാണ്. ചിക്കൻ എഗ്ഗ് എല്ലാം വെച്ചിട്ടുള്ളൊരു ഓംപ്ലേറ്റാണ്. അത് കഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഒന്നും കഴിക്കേണ്ട, ഒരു ജ്യൂസ് മാത്രം കഴിച്ചാൽ മതി, പിന്നെ ഒന്നും വിശപ്പേ ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ ക്രഷറിൽ ഇങ്ങനെ അരിയുമ്പോഴേ ഒന്ന് വേവിക്കേണ്ടി വരും. വേവിക്കുമ്പോൾ അതിൻ്റെ മണം ചൂരൊക്കെ പോവും. ഈ ക്രഷറിലിട്ടിട്ട് ഒന്നും കൂടി ചെറുതാക്കിയിട്ട് ഓംപ്ലേറ്റിലിട്ടുണ്ടല്ലോ, ഇനി അടിപൊളി ടേസ്റ്റാവും. ഇതുമാതിരി ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുമാതിരി ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നെല്ലാം ഫുള്ള് വീഡിയോ കാണിക്കാം കേട്ടോ. നമ്മൾ ഈ ക്രഷറിലിട്ടിട്ടൊന്ന് ചെയ്ത് നോക്കട്ടെ. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ, ആദ്യമൊക്കെ ചെയ്ത് നോക്കണം. ഞാൻ സാധാരണ ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടാക്കുമ്പോൾ എനിക്കത് കൂടുതൽ ടേസ്റ്റ് കിട്ടും തോന്നുന്നു. വേവിക്കാനുണ്ടാക്കിയാലേ മറ്റേതിനേക്കാളും അങ്ങനെ ഉണ്ടാക്കിയേക്കാളും കൂടുതൽ രുചി ഇതിനായിരിക്കും തോന്നുന്നു. മിക്സിയിലിട്ടാലും ആകെ കുഴഞ്ഞു പോവും. ഇതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അരയ്ക്കുന്നില്ല, ക്രഷ് ചെയ്യണം. ഇതിപ്പോൾ ചതച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരാവശ്യം കൂടി ചതയ്ക്കാം. ക്രഷ് ചെയ്താൽ കണ്ട് കഷ്ണം ഇങ്ങനെ ചെറിയ കഷ്ണം തന്നെയാണ് കണ്ട, ചെറിയ കഷ്ണം എന്നാലും ഉള്ളു വേവില്ല എന്നൊരു ഫീലിംഗ് എനിക്ക്. അപ്പോൾ ഇതിങ്ങനെ ക്രഷ് ചെയ്തിട്ടിട്ട ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ അത് നന്നായി ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ അരച്ചിട്ടില്ല, ക്രഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. വെറുതെ കഷ്ണങ്ങൾ ഇടുന്നേക്കാളും നല്ലതാണ് ഇങ്ങനെ ഇട്ട. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട 4 മുട്ട എടുക്കാം. ഇത് നമുക്ക് ചോറിന് സൈഡ് ഡിഷായിട്ടും വെറുതെ സ്നാക്സായിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ 4 മുട്ട എടുത്താലേ നമുക്ക് നിറയെ ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുക. നമ്മൾ ഇതിടുന്നുണ്ട് കേട്ടോ, പച്ചമുളക് ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പിടുക. നമുക്ക് അവസാനം നോക്കിയിട്ട് ബാക്കി ഉപ്പിടാം. എന്നിട്ട് നല്ല ബീറ്റ് ചെയ്യുക. നല്ല ബീറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചിക്കന് ഇതിലേക്ക് വാരിയിടുക. ചിക്കൻ ഇട്ടു. ക്രഷ് ചെയ്ത് വെച്ച വലിയൊരു സവാളയാണ് കേട്ടോ. ചെറുതാണെങ്കിൽ 2 എടുക്കാം കേട്ടോ. അത് 1 മതി, നമുക്ക് വലുതായതുകൊണ്ട് 1 മതി. നിങ്ങൾക്ക് എന്തൊക്കെ ഇടാൻ പറ്റണോ, തക്കാളി ഇഷ്ടമുണ്ടെങ്കിൽ തക്കാളി ഇടാം. ഞാൻ ഒരു മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കില്ലേ, അതേമാതിരി ഉണ്ടാക്കണത്. പച്ചമുളക് ഇട്ടു, മല്ലിയില ഇട്ടു, ഇതെല്ലാം നല്ല മിക്സ് ചെയ്തിട്ട് എരിവും ഉപ്പൊക്കെ ഉണ്ടെന്ന് വന്നിട്ട് നോക്കിയിട്ട് നമുക്ക് എണ്ണയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ മാതിരി മൊരിച്ചെടുക്കാം. ഒരു കാര്യം പറയാൻ മറന്നു, ഒരു 1/2 സ്പൂണ് മൈദ, ഒരു 1/2 സ്പൂണ് കോൺഫ്ലവർ, ഇതും കൂടി ഇട്ടണം കേട്ടോ. മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ നല്ലൊരു അപ്പത്തിൻ്റെ മാതിരി കിട്ടും. നമ്മളൊരു അപ്പം ഉണ്ടാക്കണ മാതിരി ഫീലിങ് കിട്ടും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കറി മസാല പൗഡർ ഇടാം കേട്ടോ.
കുറച്ചുള്ള കറി മസാല പൗഡർ ഉള്ളത് ഇടുക. മഞ്ഞൾപ്പൊടി കുറച്ചിടാം, കുറച്ച് ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്, പേരിന് മാത്രം. മഞ്ഞൾപ്പൊടി ഇല്ലാണ്ടൊന്നും ഉണ്ടാക്കരുതെന്ന കണക്ക്. ഇത് നല്ല മിക്സാക്കിയിട്ട് നമ്മൾ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത്ര വേണ്ട, കുറച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഇത്തിരി അധികമായി സാരില്ല, അടുത്തതിനത് കിട്ടും നമുക്ക്. ഇത് ചൂടാവുമ്പോൾ നമുക്ക് ഇത് ഓരോ കയ്യിലേക്ക് കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. നമ്മുടെ മിക്സോട് ശരിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോരി ഓരോ കരണ്ടി ഒഴിക്കാം. അധികം മാവിട്ടാലേ മാവിൻ്റെ ടേസ്റ്റാണ് കിട്ടുള്ളൂ. ഈ ചിക്കൻ്റെ ഒന്നും ടേസ്റ്റ് കിട്ടില്ല. അത് കാരണം പൊടിയൊക്കെ കുറച്ചിട്ടാണ് കേട്ടോ. ചിക്കൻ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് തിരിച്ചിടാം. സിമ്മിൽ വയ്ക്കാം കേട്ടോ അടുപ്പ്. പെട്ടെന്ന് ഓർമ്മയില്ല. എണ്ണ അധികം ഒഴിച്ച് തുള്ളി വേണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചിക്കൻ ഓംപ്ലേറ്റ് റെഡി. കണ്ട എണ്ണ നമ്മൾ ഒഴിച്ചത് അങ്ങനെ തന്നെയുണ്ട്, കാണാണ്ട. അപ്പം ഇനി നമുക്ക് അടുത്തത് അതിലെണ്ണ ഒഴിക്കാം. നല്ല ടേസ്റ്റാട്ടോ. അത് വെറുതെ സ്നാക്സ് ആയിട്ട് കഴിക്കാം, ചോറിന് സൈഡ് ഡിഷായിട്ട് കഴിക്കാം. കുറച്ച് തൈരോ രസമോ മാത്രം മതി ഇത് തൊട്ട് തിന്നാം. ചിക്കൻ ഉണ്ട്, നമ്മൾ ക്രഷ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് വേവും ചെയ്യും. നമ്മൾ വേവിച്ചിട്ട് അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇതുമാതിരി ക്രഷ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളാം, ഭയങ്കര ടേസ്റ്റാണ്. ഒരു തുള്ളി എണ്ണ ഒഴിക്കാം. പേരിന് എണ്ണ മതി കേട്ടോ. നമുക്ക് നോൺ സ്റ്റിക്കാണ്, എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഇത് പാനിൽ ദോശക്കല്ലില്ലേ, അതിൽ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. പെട്ടെന്ന് കഴിയും. പക്ഷെ എനിക്കിതിങ്ങനെ നന്നായി മൊരിഞ്ഞ് കിട്ടിയില്ലെങ്കിലാ. ഗ്യാസ് ആയതുകൊണ്ട് ഈ മൂട്ടിൽ മാത്രമല്ല ഈ കത്തണത്. അതുകൊണ്ട് പാനിൻ്റെ എല്ലാ സൈഡിലേക്ക് വന്നില്ലെങ്കിൽ ഇതൊന്നും വേവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഒറ്റയ്ക്ക് ഉണ്ടാക്കണം കേട്ടോ. അടുപ്പുള്ളവരൊക്കെ ഇങ്ങനെ ഒറ്റയടിക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അടുപ്പുണ്ടെങ്കിൽ പാനിൽ എല്ലായിടത്തേക്കും തീ വരും. കണലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലായിടത്തേക്കും ചൂട് കിട്ടും. അപ്പോൾ പാനിൽ ഓരോ കരണ്ടി കോരി ഒഴിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും കേട്ടോ. ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാം എഗ്ഗും ചിക്കൻ ഇട്ടിട്ടുള്ള ഓംപ്ലേറ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ഇതാണ് കേട്ടോ. നല്ല മണം, നല്ല ടേസ്റ്റ്. കഴിച്ചു നോക്കി. എങ്ങനെ ഉണ്ടാക്കിയ ടേസ്റ്റ് അധികം കേട്ടോ. നമ്മൾ വേവിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ മണവും ചൂരും ജ്യൂസും ഒക്കെ പുറത്ത് പോകും. ഇത് ക്രഷ് ചെയ്താൽ മതി. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഏതെങ്കിലും ക്രഷറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ അരയുമില്ല, നമുക്ക് നല്ല അങ്ങനെ കഴിക്കാൻ നന്നായി കിട്ടും ചെയ്യും. ടേസ്റ്റായി വേവും ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇതുമാതിരി ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിനാണ് ഉണ്ടാക്കി കാണിച്ചത്. അടിപൊളി ടേസ്റ്റാണ്. ബോൺലെസ് ചിക്കൻ ഇത്തിരി ഉണ്ടായാൽ മതി. നമ്മൾ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഇത്തിരി വാരി വെച്ചാൽ മതി. ഒരു 5-10 കഷ്ണം ബോൺലെസ് ഇട്ട് വെച്ചാൽ ഇതുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. വേറെ ചിക്കനൊന്നും മേടിക്കണ്ട. അപ്പോൾ ഓക്കെ ട്ടാ, ബായ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സബ്ബൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഓക്കെ, ബായ്.